നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 9 ബുധൻ. രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിക്കാൻ നിർഭയമായി നിലകൊള്ളാൻ കോൺഗ്രസ് വിശാല പ്രവർത്തക സമിതിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം. മുസ്ലിങ്ങളും ക്രൈസ്തവരും ആക്രമിക്കപ്പെടുമ്പോൾ അവർക്കൊപ്പം നിൽക്കാനും അക്രമികളെ ചെറുക്കാനും പ്രവർത്തകർ തയ്യാറാകണമെന്നും AICCക്ക് മുന്നോടിയായി ചേർന്ന യോഗത്തിൽ രാഹുൽ പറഞ്ഞു. തമിഴ്നാട് നിയമസഭ പാസാക്കിയ 10 ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനെന്ന് പറഞ്ഞ് ഗവർണർ RN രവി ദീർഘനാൾ മാറ്റിവെച്ചതും വീണ്ടും പാസാക്കിയപ്പോൾ അംഗീകാരം നൽകാതിരുന്നതും നിയമവിരുദ്ധവും തെറ്റുമാണെന്ന് സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഗവർണറുടെ നടപടി റദ്ദാക്കിയ കോടതി ബില്ലുകൾക്ക് ഗവർണറുടെ അംഗീകാരം ലഭിച്ചതായി കണക്കാക്കാമെന്നും വ്യക്തമാക്കി. എസ്റ്റിമേറ്റിന് അനുമതിയില്ലാത്ത റെയിൽവേ പദ്ധതികൾക്ക് ഇത്തവണ ബജറ്റ് വിഹിതമായി ലഭിച്ചത് 460 കോടി രൂപ. പദ്ധതികളുടെ പകുതി ചെലവ് കേരളം വഹിക്കുകയോ പദ്ധതി ലാഭകരമാണെന്ന നിബന്ധന റെയിൽവേ ഒഴിവാക്കുകയോ ചെയ്താലേ ഇത് ചെലവഴിക്കാൻ വഴിതെളിയൂ. പെട്രോളിനും ഡീസലിനും 2 രൂപ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കുകയും പാചകവാതക ഗാർഹിക സിലിണ്ടറിന് 50 രൂപ കൂട്ടുകയും ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് AITUC സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് SFIO അടക്കം നടത്തുന്ന അന്വേഷണത്തിന്റെ ഫലം വരും വരെ ജീവിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അപ്പോൾ ചർച്ച ചെയ്യാമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇടപാടിൽ യുക്തിരഹിതമായ ഒന്നുമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉത്തരക്കടലാസ് കാണാതാകൽ, അധ്യാപകനെ പിരിച്ചുവിടാൻ ശുപാർശ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതോടെ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ കാത്തിരിക്കാൻ സംസ്ഥാന സർക്കാർ. ഈ മാസം 19-ന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ സർക്കാരിന്റെ കനിവ് തേടി വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ലിസ്റ്റിലുള്ളവർ മുട്ടിലിഴഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചും സമരം തുടരുന്നു. 2034 മുതൽ തിരികെ നൽകേണ്ടത് 10,000 കോടി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ 817.80 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാർ ഇന്ന് 12-ന് മസ്കറ്റ് ഹോട്ടലിൽ ഒപ്പുവയ്ക്കും. 2 കരാറുകളാണുള്ളത്. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറാണ് ഒന്ന്. തുറമുഖ വരുമാനത്തിന്റെ 20% കേന്ദ്രവുമായി കേരളം പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറ് മന്ത്രി VN വാസവന്റെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒപ്പുവയ്ക്കും. ഏതാണ്ട് 10,000 കോടി രൂപയിലധികം രൂപയാണ് കേന്ദ്ര സർക്കാരിന് തിരികെ നൽകേണ്ടി വരിക. ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പലുകളിലൊന്നായ MSC തുർക്കി ഇന്നലെ പുറംകടലിലെത്തി. ഇന്ന് ഉച്ചയ്ക്ക് 2:30-ന് രാജ്യാന്തര തുറമുഖ ബർത്തിൽ എത്തും. ദക്ഷിണേഷ്യയിലെ ഒരു തുറമുഖത്ത് ഈ ഭീമൻ കപ്പൽ ആദ്യമായി എത്തുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയിൽ അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് വേനലവധിക്കാലത്ത് 4 കിലോഗ്രാം അരി വീതം വിതരണം ചെയ്തു തുടങ്ങി. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി 17,313 ടൺ അരിയാണ് വിതരണം ചെയ്യുന്നത്. അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലം സന്ദർശിച്ച് മുഴുവൻ കുട്ടികളുടെയും സ്കൂൾ പ്രവേശനം ഉറപ്പാക്കാൻ പ്രത്യേക പ്രചരണ പരിപാടിയുമായി സർക്കാർ അടുത്ത മാസമാണ് ക്യാമ്പയിൻ നടത്തുക. വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾ ഇന്നലെ പ്രാബല്യത്തിലായി. ഏപ്രിൽ 5-ന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ബിൽ നിയമമായെങ്കിലും ഇന്നലെ മുതലാണ് പ്രാബല്യത്തിലെത്തിയത്. വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് സർക്കാർ വിജ്ഞാപനം. കൊച്ചിയിലും ഗുജറാത്തിലെ വാടിനാറിലും കപ്പൽ അറ്റകുറ്റപ്പണി ക്ലസ്റ്ററുകൾ ആരംഭിക്കാൻ ഇന്ത്യയും UAEയും തമ്മിൽ ധാരണയായി. UAE ഉപപ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ന്യൂയോർക്ക്. വംശനാശം സംഭവിച്ച ജീവികളെ പുനർസൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ നിർണായക കാൽവയ്പ്. 12,500 വർഷം മുൻപ് മൺപറഞ്ഞുപോയ ഡയർ വുൾഫ് എന്ന ചെന്നായയെ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ US ബയോടെക് കമ്പനിയായ കൊളോസൽ ബയോസയൻസ് പുനർസൃഷ്ടിച്ചു. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിനായി ആകർഷകമായ പ്രതിഫലം നൽകി പ്രൊഫഷണൽ വിപ്ലവകാരികളെ CPM റിക്രൂട്ട് ചെയ്യുന്നു. വിരമിക്കുമ്പോൾ പാർട്ടി ഘടകങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആനുകൂല്യങ്ങൾ നൽകണം. എല്ലാ മാസവും അലവൻസ് ഉണ്ട്. ജനപ്രതിനിധികളോ പ്രതിഫലമുള്ള പദവികൾ വഹിക്കുന്നവരോ ആണെങ്കിൽ നൽകാറില്ല. അലവൻസ് നൽകാൻ ആന്ധ്രാപ്രദേശ് ഈയിടെ നടത്തിയ ഫണ്ട് ശേഖരണം മാതൃകയാക്കണമെന്ന് പാർട്ടി കോൺഗ്രസ് നിർദ്ദേശിച്ചു. തക്കാളി വില കുത്തനെ ഇടിഞ്ഞതോടെ കർണാടകയിൽ കർഷകർ വിളവെടുപ്പ് നിർത്തി. മൊത്ത വിപണന കേന്ദ്രമായ കോലാർ MPMC മാർക്കറ്റിൽ
കിലോയ്ക്ക് 2 രൂപ മുതൽ 13 രൂപ വരെയാണ് ലഭിക്കുന്നത്. ഇന്ധനവിലയിൽ കേന്ദ്രത്തിന്റെ കടുംപിടുത്തം. അസംസ്കൃത എണ്ണ വില കുറയുന്നതിന്റെ ഗുണം ജനങ്ങൾക്ക് നൽകാൻ തയ്യാറാകാതെ കേന്ദ്രം. ലോകത്ത് ഇന്ധനവില ഏറ്റവും കൂടുതലുള്ള 15 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. തിങ്കളാഴ്ച കനത്ത ഇടിവ് നേരിട്ട ഓഹരി വിപണിയിൽ ഇന്നലെ ആശ്വാസമുന്നേറ്റം. കായികം. IPL ചെന്നൈക്കെതിരെ പഞ്ചാബിന് 18 റൺസ് ജയം. പ്രയാംശ് ആര്യയ്ക്ക് സെഞ്ചുറി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.